ഹലോ മങ്സ്, വെൽക്കം ടു മങ്കി. അപ്പോൾ നമ്മളിന്ന് സ്റ്റോറി പ്രോട്ടോക്കോൾ നമ്മളിട്ടുണ്ടാകുന്ന പ്രോട്ടോക്കോളിൻ്റെ ഒരു ചെറിയൊരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. സ്റ്റോറി പ്രോട്ടോക്കോൾ ചെയ്യുന്ന എല്ലാവരും ഇതെന്തായാലും ചെയ്യാൻ നോക്കുക. കാരണം ഒഡീസി നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഈ ടാസ്ക് എല്ലാവരും പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ള 2 ടാസ്ക്കാണുള്ളത്. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു കോൺട്രാക്റ്റും കൂടി ഡിപ്ലോയ് ചെയ്യാനുണ്ട് EVM ചെയിനിൽ. മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പില്ല. കമ്പ്യൂട്ടറിൽ ചെയ്യാനായിരിക്കും മാക്സിമം പറ്റുക. മൊബൈലിൽ ചെയ്യാൻ പറ്റാത്തവർ ഈ ടാസ്ക് വിട്ടോളൂ. കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. രണ്ടാമത് വന്ന് നമുക്കൊരു IP അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഡിപ്ലോയ് ചെയ്യാനുണ്ട്. IP അസെറ്റ് നമുക്ക് NFT ആയിട്ട് ഡിപ്ലോയ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് 2 ടാസ്ക് ഉള്ളത്. അപ്പോൾ ആ 2 ടാസ്കുകൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റ് ഡിപ്ലോയർ ആണ് ഒരു EVM ചെയിനിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ വിൻഡോസിന് പകരമായിട്ട് നിങ്ങളുടെ ഉബുണ്ടു ലിനക്സിൻ്റെ ഏതെങ്കിലും ഒരു വെർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു OS ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിർച്വൽ ID നമുക്ക് ഗിറ്റ് ഹബിൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതിനെല്ലാത്തിനും ലിങ്ക് കൊടുക്കാനായി പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യാനാണ്. നമ്മൾ EVM ചെയിനിലേക്ക് വരാതിന് ശേഷം എന്ത് ചെയ്യുക, ഈ കോഡ് സ്പേസ് എന്ന സാധനം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് ആയിരിക്കും വരിക. ഗിറ്റ് ഹബിൻ്റെ കോഡ് സ്പേസ്, അവിടെ നിങ്ങൾ യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്ന് വരും. ഒത്തിരി സമയം എടുക്കുന്ന ഇപ്പോൾ ഒന്ന് ലോഡ് ആവാനായിട്ട്. അപ്പോൾ ലോഡ് ആവണവരൊന്ന് വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കോഡ് സ്പേസ് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി IT ഫീൽഡിൽ വർക്ക് കണ്ടാൽ മനസ്സിലാവും. VS കോഡാണ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അപ്പോൾ അതിൻ്റെ ഒരു വെബ് വെർഷനാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ കോഡ് സ്പേസിലേക്ക് വരിക. ഇവിടെ നിങ്ങളുടെ ഒരിത് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ റെപ്പോസിറ്ററി ആണ് ഇത് കാണുന്നത്, ജിറ്റ് ഹബ് റെപ്പോസിറ്ററി. അപ്പോൾ ഗിറ്റ് ഹബിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകട്ടോ, എന്നാൽ മാത്രമാണ് ഇത് ഓപ്പൺ ആയി വരുള്ളൂ. അപ്പോൾ ഗിറ്റ് ഹബിൽ ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കണം, അത് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ ഗിറ്റ് ഹബിൽ എന്തായാലും അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പല സ്ഥലത്തും ലോഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പല ഫോസറ്റിൽ നമ്മൾ കണ്ടതാണ്. ശേഷം നമ്മൾ ഈ കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഇവിടെ അലോ കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് ചെയ്യാനുള്ള അലോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റർ അടിക്കുക. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇൻസ്റ്റാൾ ഡിപ്പെൻഡൻസി കൊടുക്കണം. അപ്പോൾ 1 ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റർ അമർത്തുക. അപ്പോൾ ഇവിടെ വരിക, 1 ക്ലിക്ക് ചെയ്യുക, എൻ്റർ അമർത്തുക. അപ്പോൾ എല്ലാ ഡിപ്പെൻഡൻസീസും അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസി ഒക്കെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കുറച്ച് റിക്വയർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനകത്ത് 2 അടിച്ചു കൊടുക്കുക. അതിനുശേഷം എൻ്റെ ഒരു പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ സ്റ്റോറി പ്രോട്ടോക്കോളിൻ്റെ നമ്മളൊരു സ്റ്റോറി വാലറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും മെറ്റാമാസ്കിനുള്ളിൽ. നമ്മൾ ഓൾറെഡി സ്റ്റോറി പ്രോട്ടോക്കോൾ ചെയ്യുന്നവരെ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ വാലറ്റിൻ്റെ പ്രൈവറ്റ് കീ നമുക്ക് എടുക്കണം. അത് എടുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 3 ഡോട്ടിൽ പോവുക മെറ്റാമാസ്കിൻ്റെ. അതിനുശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഷോ പ്രൈവറ്റ് കീ നിൽക്കുക. ഞാൻ കാണിച്ചു തരുന്നില്ല. ആ ഷോ പ്രൈവറ്റ് കീ നിൽക്കുന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളൊരു ഹോൾഡ് ചെയ്യാൻ പറയും. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. മെറ്റാമാസ്കിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ആൻഡ് കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾഡ് ടു റിവീൽ, ഇവിടെ നിങ്ങൾ ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രൈവറ്റ് കീ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈവറ്റ് കീ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രൈവറ്റ് കീ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് അടിച്ചു കൊടുക്കാനുള്ളത് നിങ്ങളുടെ ടോക്കണിൻ്റെ നെയിം അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടോക്കണിൻ്റെ അടിച്ചു കൊടുക്കാം. നിങ്ങളൊരു ടോക്കണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കാൻ പോകുന്ന ടോക്കണിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ മങ്കി എന്നാണ്. ക്രിപ്റ്റോ മങ്ക് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്രിപ്റ്റോ മങ്ക് എന്ന് അടിച്ചു കൊടുത്തു. എൻ്റെ ടോക്കണിൻ്റെ സിമ്പിൾ, അതായത് നമ്മൾ എതീറിയത്തിന് ETH എന്നൊക്കെ അറിയില്ല, അതുപോലെ എന്താണ്. അപ്പോൾ ഞാനിവിടെ CM എന്ന് അടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കോയിൻ്റെ പേര്. എൻ്റർ ദ നെറ്റ്വർക്ക് RPC URL. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ നമ്മൾ ചെയിൻ ലിസ്റ്റിന് സൈറ്റിൽ പോയിട്ടുണ്ടാകുന്നു അല്ലേ. അപ്പോൾ ചെയിൻ ലിസ്റ്റിന് സൈറ്റിൽ പോയപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അവിടെ നമ്മൾ ഓരോ ടെസ്റ്റ് നെറ്റ്വർക്കിൻ്റെ ലിങ്കൊക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാനായിട്ട് മെറ്റാമാസ്കിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ടെസ്റ്റ് നെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റോറി എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പലതരത്തിലുള്ള സ്റ്റോറി ടെസ്റ്റിൻ്റെ എല്ലാ RPCയും കിട്ടും. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ഒരു RPC ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും ഇടിക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഫയലൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ കോൺട്രാക്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ നമ്മൾ 3 അമർത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, കോൺട്രാക്ട് ഡിപ്ലോയ് നോക്കുക. ഹൗ മെനി കോൺട്രാക്ട്സ്, എത്ര കോൺട്രാക്റ്റാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്. ഞാനൊരു 5 കൊടുക്കുകയാണ്. 5 കൊടുത്ത ശേഷം എൻ്റർ അടിക്കുന്നു. അപ്പോൾ 5 കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് വെച്ച സമയം എടുക്കും. ആ കോൺട്രാക്ട് ഒക്കെ ഡിപ്ലോയ് ചെയ്യാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോറി പ്രോട്ടോക്കോളിൻ്റെ ബ്ലോക്ക് ചെയിൻ ഇതിലേക്ക് നമ്മുടേതായ ഒരു കോൺട്രാക്റ്റ് ആണെന്ന് എന്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് പീപ്പിൾസ്. അപ്പം 5 കോൺട്രാക്ട് ഡിപ്ലോയ് കാണിക്കുന്നുണ്ട്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാമാസ്കിലേക്ക് പോകുക. അതിനുശേഷം നമുക്ക് ഈ കോൺട്രാക്ട് ഡിപ്ലോയ് ആയോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കാസ്പെർസ്കി കോർത്ത് ആൻറ്റിവൈറസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എടുക്കാൻ പോകുന്ന സൈറ്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വ്യൂ ഓൺ എക്സ്പ്ലോറർ ഒക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോറി പ്രോട്ടോക്കോൾ സൈറ്റിൽ എന്തൊക്കെ ടെസ്റ്റ് നെറ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും കാണാനുള്ള സൈറ്റാണ് എന്ത്, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സിൽ എന്തൊക്കെ ചെയ്യുന്നത് കാണാനുള്ളതാണ് നമ്മുടെ ഈ ടെസ്റ്റ് നെറ്റ് സ്റ്റോറി സ്കാൻ എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ കാസ്പെർസ്കി ഇത് ഡിനേ ചെയ്തു സൈറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെബ് ആൻറ്റിവൈറസ് എന്ത് ചെയ്യുക, ഓഫ് ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ട്രാൻസാക്ഷൻ ലാസ്റ്റ് ആവുന്ന ട്രാൻസാക്ഷൻ നോക്കാൻ പറ്റും.
ഇവിടെ കാണാൻ പറ്റും. ഞാൻ 5 കോൺട്രാക്റ്റാണ് കൊടുത്തത്. 5 കോൺട്രാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് സക്സസ് ആയി. അപ്പോൾ 5 കോൺട്രാക്റ്റ് സക്സസ് ആയി എന്താണ് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 അടിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സിൽ അടിക്കുക. ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്, എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്കൊരു IP അഡ്രസ്സ്, നമ്മൾ IP അസറ്റ്, ഒരു NFT നമുക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിനാറ്റ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് പോയതിന് ശേഷം ഇതാണ് നമ്മുടെ പിനാറ്റ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. ആദ്യം തന്നെ ഈ അക്കൗണ്ട് ലോഡായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിലൊരു അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കുക. ഓക്കെ, എൻ്റെ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് പ്ലാനാണ് ചൂസ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഫ്രീ പ്ലാനാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഇസ് യുവർ റോൾ, ഞാൻ വല്ല ആധാർ എങ്ങാനും കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ എൻ്റെ റോൾ കൊടുക്കുകയാണ്, എഞ്ചിനീയർ. വാട്ട് ഇസ് യുവർ പ്രൊജക്റ്റ്, ഞാൻ AI വല്ലതും കൊടുക്കുന്നു, അല്ലെങ്കിൽ വെബ്3 പിന്നെ ഹൗ ഡു യു ഹിയർ അബൌട്ട് അസ്, നമുക്ക് എക്സ് വഴിയാണ് നമ്മൾ കേട്ടെടുത്ത് നെക്സ്റ്റ് ബിൽഡ് കൊടുക്കുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ API കീസ് കാണാൻ പറ്റും. ഈ API കീസിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ കീ അടിച്ചു കൊടുക്കുക. ന്യൂ കീ അടിച്ചതിന് ശേഷം ഇവിടെ ഫ്രീ പ്ലാൻ ഇത് എന്തൊരു കഷ്ടാണിത്, ബി വെബ്3 എക്സ് ലെറ്റ്സ് ബിൽഡ്, ഇനി ചോദിക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ ആഡ് നോക്കുക, സോറി ആഡ് അല്ല, API കീസിലേക്ക് വരിക. അതിനുശേഷം നമുക്കൊരു API കീ ഉണ്ടാക്കണം. ന്യൂ കീ എടുക്കുക. ന്യൂ കീ എടുത്ത ശേഷം ഇവിടെ നമ്മുടെ കീ നെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ CM ബ്രോ എന്ന് അടിച്ചു കൊടുക്കണം, വേണ്ട, ക്രിപ്റ്റോ മങ്കി തന്നെ അടിച്ചു കൊടുക്കാം, ക്രിപ്റ്റോ മങ്കി, അല്ലെങ്കിൽ നാളെ മറന്നു. അതിനുശേഷം ഈ അഡ്മിൻ പോയിന്റ് ചെയ്യുക. അപ്പോൾ എല്ലാ സാധനങ്ങളും സെലക്ട് ആവും. അതിനുശേഷം ജനറേറ്റ് API കീ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു API കീ ഇവിടെ തുറന്നു വരും. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് ഇവിടെ വെച്ചേക്ക്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ട്. ആദ്യം പറഞ്ഞ പോലെ നമുക്ക് മെറ്റാമാസ്കിൽ കുറച്ച് IP ഇത് വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി IP ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് IP ടോക്കൺ നിങ്ങളുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ ഫോസറ്റ് പോയിട്ട് ക്ലെയിം ചെയ്യുക. എല്ലാ ദിവസവും ക്ലെയിം ചെയ്യുന്ന കാര്യമൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് സ്പേസിലേക്ക് വീണ്ടും പോവുക. നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കോഡ് സ്പേസിലേക്ക് പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഈ ഇൻസ്റ്റാളേഷൻ ഫയൽസ് എന്ത് ചെയ്യുക, ഈ കാണുന്ന കമാൻഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിനുശേഷം EVM ഇതിലേക്ക് വരുന്നു, ഇവിടെ വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നേരത്തെ വെച്ച പോലെ എൻ്റെ ഒരു വാലറ്റ് പ്രൈവറ്റ് കീ വെച്ചിട്ടുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റാമാസ്കിൽ പോവുക. ഞാൻ വീണ്ടും സ്റ്റെപ്പ് കാണിച്ചു തന്നില്ല. ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുക, ഷോ പ്രൈവറ്റ് കീ എടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ പ്രൈവറ്റ് കീ എടുക്കുക. അപ്പോൾ എൻ്റെ പ്രൈവറ്റ് കീ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ പിനാറ്റ JW ടോക്കൺ വന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തൊട്ട് മുന്നേ ഉണ്ടാക്കിയ പിനാറ്റയിൽ പോയി ഉണ്ടാക്കിയ JW ടോക്കൺ കിടണം. അപ്പോൾ നമ്മളിവിടെ കോപ്പി എന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ കോപ്പിയില്ലേ, ആ ടോക്കൺ നമ്മൾ കോപ്പി ചെയ്യുന്നു, നേരെ ഇവിടേക്ക് വരുന്നു. അതിനുശേഷം പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ നിൽക്കുന്നു. അപ്പോൾ അവർ കോഡ് റൺ ചെയ്യുകയാണ്. ആ സ്ക്രിപ്റ്റ് റൺ ചെയ്തതിന് ശേഷം നമുക്ക് NFT ഉണ്ടാക്കാനുള്ള കോഡ് റൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്കൊരു NFT കളക്ഷൻ ക്രിയേറ്റ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഇത് പോയി ക്ലിക്ക് ചെയ്യുക, കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ താഴ്ന്ന NFT കോൺട്രാക്ട് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. അതാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കോപ്പി നിൽക്കുക. അതിനുശേഷം ഇവിടെ താഴെ വരിക, പേസ്റ്റ് നിൽക്കുക, എൻ്റർ നിൽക്കുക. അപ്പോൾ നമ്മുടെ NFT ഡിപ്ലോയ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് അവർ തന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ലെഫ്റ്റിലേക്ക് അടിക്കാൻ പറ്റില്ല, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി ആവും. അപ്പോൾ അത് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നേരെ ഒരു ബ്രൗസറിൽ പോവുക. ശേഷം എൻ്റർ നിൽക്കുക. നമ്മുടെ NFT ക്രിയേറ്റ് ആയോ ഇല്ലെന്ന് അറിയാനാണ്. സ്റ്റോറി എക്സ്പ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എൻ്റെ NFT ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് സെൻ സ്പീഡ് എന്ന് പറഞ്ഞ റൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ NFT ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കേണ്ട, നമ്മുടെ അക്കൗണ്ടിനുള്ളിലാണ്, നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ, നമ്മുടെ വാലറ്റിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു IPID ഒരു അസറ്റ് ഇവിടെ ക്ലിക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലിങ്ങനെ ഇപ്പോൾ സക്സസ് ആയി. ഇനി നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും കുറച്ച് NFTs ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് താല്പര്യമായിട്ട് എന്ത് ചെയ്യുക, ഇലിയാഡിലെ സാധനങ്ങളൊക്കെ പോയിട്ട് NFTs ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ടാസ്ക്കാണ് ചെയ്യാനുള്ളത്. ബാക്കി ടാസ്കുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയുടെ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാധനം കൂടി പുതുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആപ്പ് സ്റ്റോറി കാണുന്ന സാധനം. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. പിന്നെ ഞാനൊരു അഡീഷണൽ ആയിട്ട് ഇതിനോട് ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലിങ്കിലോട് NFT രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊന്നും താല്പര്യമുള്ളവർ കൊളർ ക്വസ്റ്റിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്ന് ODC തീരണേ മുന്നേ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക.
അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സ്റ്റോറി ഹണ്ട് എല്ലാവരും ചെയ്യുന്നു വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്. നേരത്തെ കണക്ട് ചെയ്ത പോലെ ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഏത് ടോക്കണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോക്കൺ സെലക്ട് ചെയ്യുക. ഞാൻ IP ആണ് എടുക്കണമെങ്കിൽ IP എടുക്കുക. സ്വാപ്പ് ചെയ്യാനാണ്. വേറെ ഒന്നും ഇതൊരു ആക്റ്റീവ് അല്ല. W എടുക്കുന്നു. അതിനുശേഷം എത്ര IP ആണെങ്കിൽ ഉള്ളത് 0.001 അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അതിൻ്റെ ബാലൻസ് ഇവിടെ ഫെച്ച് ചെയ്ത് തരും. അതിനുശേഷം എന്ത് ചെയ്യുക, സ്വാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വാലറ്റ് തുറന്നു വന്നിട്ട് ആ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ പറയും. ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യുക. അത്രയുള്ള പരിപാടി. ചിലപ്പോൾ ഫെയിലാവും. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ബഗ്ഗുള്ള സൈറ്റാണ്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട് ആവും നോക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് തുറന്നു വരുന്നുണ്ട്. അതിനുശേഷം കൺഫേം കൊടുക്കുന്നു. പരിപാടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നു വിചാരിക്കുന്നു. ബാക്കി എല്ലാവരും നിങ്ങൾ ചെയ്യുന്നതാണെന്ന് അറിയാം. കളർ NFT സാധനങ്ങൾ ഇപ്പോൾ സൈറ്റ് ഡൗൺ ആണ്. ചിലപ്പോൾ തുറന്നു വരുമ്പോൾ ചിലവ് ഡൗൺ ആയിരിക്കും, ചിലവ് ഡൗൺ ആണ്. അപ്പോൾ മെയിൻ്റനൻസ് ആണ്. ബാക്കി അൺലിസ്റ്റ് പ്രോട്ടോക്കോളും പൈപ്പർ എക്സലും ഇന്ന് മാക്സിമം എല്ലാവരും കുറേ ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുക. ഒരു 10, 20, 30 ട്രാൻസാക്ഷൻ, 50 ട്രാൻസാക്ഷൻ ടോട്ടൽ എല്ലാവരും മിനിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ എല്ലാതും പൈപ്പർ OS OG പ്രോഗ്രാം എടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി ചെയ്താൽ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.